ഹായ് ഗായ്സ്, നമുക്ക് ഇന്നൊരു അവൽ മിൽക്ക് ഉണ്ടാക്കിയാലോ. അപ്പൊ അതിനാദ്യമായിട്ട് തന്നെ അവല് ചട്ടിയിൽ ചൂടാക്കാൻ വെക്കുക. പിന്നെ ഈ റോസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേനും കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അവലിന്. കുടിക്കുമ്പോഴും ആ നെയ്യുടെ ഒരു കുത്തൽ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്തത് കടലയാണ്. കടല നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാല്, ബൂസ്റ്റ്, പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അവല്, കടല. പിന്നെ വേണ്ട മെയിനായിട്ടൊരു സാധനമാണ് പഴം. പഴം നമുക്ക് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാര ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ പാലും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം ഗായ്സ്. ആ മിക്സാണ് നമ്മുടെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ്. നമുക്കിതിനെ ലെയർ ചെയ്യാം. ആദ്യം നമ്മൾ അവല് വറുത്ത് വെച്ചിരിക്കുന്നത് ഇടുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടല ചേർക്കുക. പിന്നെ നമ്മൾ പാലും പഞ്ചസാരയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് എടുത്ത് ഒഴിക്കുക. പിന്നെ അതിൻ്റെ മണ്ടയിലേക്ക് ബൂസ്റ്റ് ഇടുക. പിന്നെ ഈ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. എത്രത്തോളം നമ്മൾ ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ അവലിട്ടു, പീനട്ട് ഇട്ടു, പിന്നെ പാലൊഴിച്ചു, ബൂസ്റ്റ് ഇട്ടു, അങ്ങനെ അങ്ങനെ. അപ്പോൾ ആ പീനട്ടൊക്കെ ഏറെ ഇട്ടാലും നല്ല കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ക്രിസ്പി ആയിട്ട് നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും ഗൈസ്. ഇനി ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും മണ്ട വരെ നിറച്ചിട്ട് അതിനകത്ത് ഗാർണിഷ് ചെയ്യുക. ഗാർണിഷ് ചെയ്യാൻ നമ്മൾ ഈ അവലും പീനട്ടും ബൂസ്റ്റും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഭയങ്കര ഒരു രസമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക, അങ്ങോട്ട് കുടിക്കുക. എൻ്റെ ഗായ്സ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ എത്രയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.